ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ട് പാലക്കാട് ഭാഗങ്ങളിൽ ഈ സംക്രാന്തി കർക്കിടക സംക്രാന്തിയോടനുബന്ധിച്ച് അതെന്തോ ചടങ്ങോ മറ്റുവാ ഈ കയ്യിൽ മൈലാഞ്ചി ഇല മൈലാഞ്ചി അരച്ച് കയ്യിൽ കുത്തുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും മൈലാഞ്ചി ഇടാൻ തോന്നി. അപ്പോൾ കുഞ്ഞ് എന്തായാലും ഇലയൊക്കെ പറിച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അരച്ച് സെറ്റാക്കി കയ്യിലിടാം. ഇലയെല്ലാം അരച്ച് കഴിഞ്ഞ് ഇനി അവർ ചെയ്തതുപോലെ തന്നെ ഞങ്ങളും വാഴയിലക്കകത്ത് തന്നെ അതൊക്കെ വെച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് തറയിലൊക്കെ ഇരുന്ന് കയ്യാലിയിടാൻ പോവാണ്. ഞങ്ങളുടെ അർച്ചന ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവൾ പിന്നെ ഈ സാധനം അങ്ങനെ കണ്ടിട്ടുമില്ല, അവർക്ക് അറിയത്തുമില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. ഇങ്ങനെ മൈലാഞ്ചി ഇല അരച്ചിടും എന്നല്ലാതെ ഇത് എങ്ങനെയാണ് കയ്യിലിടുന്നതെന്നോ ഒന്നും അവൾക്കറിയത്തില്ല. എന്തായാലും അവളുമാരിടാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞി ഡിസൈനൊക്കെ വരച്ച ഞാൻ പറഞ്ഞത് ഡിസൈനൊന്നും വരയ്ക്കണ്ട, ഇതിലിങ്ങനെ വട്ടത്തിൽ തന്നെ ഇങ്ങനെ കയ്യെ പൊത്തി എടുക്കുന്നത് അതിൻ്റെ ഭംഗി. എന്തായാലും അവളിടട്ടെ. പിള്ളേർ 3 മൈലാഞ്ചി ഇട്ട് തീരാറായി. ഒരാളിട്ട് കഴിഞ്ഞ് മോനുവിനെ ഉറക്കാൻ കിടത്തിയിട്ട് ഉറക്കിയതിന് ശേഷമേ ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടുന്നുള്ളൂ. അത് കുഞ്ഞിയുടെ കയ്യാണ്, ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാകുമ്പം കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് രാവിലെ റിസൾട്ട് കാണിക്കാം. ഓക്കെ, മോനും കുഞ്ഞി ഉറങ്ങി, അർച്ചന ഉറങ്ങി. അർച്ചനയും കുഞ്ഞിയും കയ്യിൽ മറ്റേ പ്ലാസ്റ്റിക് കൂടൊക്കെ ഇട്ട് 50 പൈസ കിറ്റൊക്കെ കെട്ടി അങ്ങനെ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിട്ടാണ് കിടന്നേക്കുന്നത്. ബെഡ്ഷീറ്റിലൊന്നും ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നേക്കുന്നത്. രാവിലെ അറിയാം എന്തുവായി തീരുമെന്ന്, രാവിലെ അറിയാം. ഞാനും കയ്യിൽ അങ്ങനെ കെട്ടണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ രാത്രിയിൽ മോന് സീനായി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് നേരം മാക്സിമം എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നേരം തന്നെ കയ്യെ വെക്കാം. അത്രയും നേരം കയ്യിലിങ്ങനെ പൊത്തിയിരിക്കുമ്പം നല്ല കളറ് കിട്ടുമായിരിക്കും. പിന്നെ ഞങ്ങൾ പണ്ടില്ല ചെയ്യുന്നത് കണക്ക് തന്നെ ഇച്ചിരി തേയിലയൊക്കെ ഇട്ട് ഞാനത് പിന്നെ അരച്ചെടുത്തേക്കുന്നത്. അങ്ങനെ ഈ ഇലമൈലാഞ്ചിക്കകത്ത് അങ്ങനെ അരച്ചെടുക്കുമ്പം നല്ല കളറ് കിട്ടുമെന്നാണ്. പണ്ടങ്ങനെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായാലും എല്ലാം ഇട്ടൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നാളെ രാവിലെ സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ എല്ലാവരും പിള്ളേരെ എല്ലാം കൈയെല്ലാം നോക്കണം, എന്തായി, എങ്ങനായി, കളറായോ, നല്ലതായിട്ടല്ല ഇനി പടന്നു പോയോ, എല്ലാം അരച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയ പോലെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പൊത്തി വെച്ചപ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളം ഊഴ്ന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ നമ്മുടെ ബാക്കിയുള്ള കൈവെള്ളയിലൊക്കെ അങ്ങ് കളറാകും. അതൊരു വിഷയമായിട്ട് തോന്നി. പിന്നെന്തായാലും നോക്കാം. അവളുമാർ പിന്നെ കവറ് കെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ഞാനും എന്തായാലും കവറ് കെട്ടി വെച്ച് നോക്കാം. ഈ സമയത്തെങ്ങാനും മോന് ഉണർന്നാൽ തീർന്ന്. എന്തായാലും രാവിലെ കാണിക്കാവേ.